എന്റെ കൃഷ്ണ, അമ്പാടി കണ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ, ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് കാത്തോളണേ. ഇപ്പോ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അവിടുന്ന് പരിഹാരം ഉണ്ടാക്കി തരണേ. ഭഗവാൻ കൃഷ്ണനോട് എന്ത് പ്രാർത്ഥിച്ചാലും അത് സാധിച്ചു തരുമെന്ന് കേട്ടിട്ടുണ്ട്. നേര് തന്നെയല്ലേ? ചോദിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം, അതിൽ ന്യായം ഉണ്ടാവണം. ചോദിക്കുന്നയാൾക്ക് ഭഗവാന്റെ ഈ സഹായം കൂടിയേ തീരുമെങ്കിൽ ഭഗവാൻ ഉറപ്പായിട്ടും അത് തന്നിരിക്കും. എന്ന് വെച്ചാ ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് ഒരു തരികിടയും നടക്കില്ല എന്നർത്ഥം. ഭഗവാൻ കുട്ടിക്കാലത്ത് കാണിച്ചിട്ടുള്ള തരികടകളൊന്നും ചെറുതല്ല. ഒരു കാര്യം സത്യം, അമ്പാടിക്കണ്ണന്റെ മുന്നിൽ വന്ന് എന്തും തുറന്നു പറയാം, ഒട്ടും പേടിക്കണ്ട. അത് ശരിയാ, മൂപ്പരെല്ലാരോടും വലിയ കമ്പനിയാ. കമ്പനിയൊക്കെ തന്നെയാ, പക്ഷെ മര്യാദകേട് കാണിച്ചാലേ പണി പാൽപ്പായസത്തിലും തരും. അമ്പലപ്പുഴ പാൽപ്പായസത്തില്. മീനാക്ഷി, എനിക്കൊരു ചായ തരുമോ? ആ, തരാലോ. ഇപ്പൊ പഴയതുപോലല്ല, ഏത് മുറിയിലും കയറാം, എവിടെ നിന്നും എന്തും ചെയ്യാം. ചോദിക്കാൻ ഒരുത്തനും വരില്ല. ഒരു കുഞ്ഞുണ്ടായതുകൊണ്ട് അങ്ങനെ ചില ഗുണം കിട്ടി. ഓ, ഈ അവതാരം ഇതിനകത്ത് കയറി നിൽക്കുവാണോ? പഴയതുപോലെ ഇവളോട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്താ? ഞാനൊരു ചായ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാ. ആർക്കാ ചായ? കാർത്തിയേട്ടന്. ഇത് തന്നെയാ പറ്റിയ അവസരം. നീ പോയി ആ കുഞ്ഞിനെ എടുക്ക, ചായ ഞാൻ ഉണ്ടാക്കാം. കുഞ്ഞിനെയോ? ഞാനോ? ആ, ഞാനെടുക്കാം. ഓ ഓ, അമ്മയുടെ പൊന്നാങ്കിളിയേ, എന്റെ മുത്തേ, കരയല്ലേടി വാവേ. ഓയ്, അമ്മയുടെ ചക്കരക്കുട്ടനല്ലേടി. എന്തായാലും അവൻ എന്റെ ഭർത്താവായതിനു ശേഷമല്ലേ ഇവളുടെ ഭർത്താവായത്. നല്ല ചായ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഉപ്പ്, ഇത് പഞ്ചസാര. എനിക്ക് കാർത്തിയോട് സ്നേഹം അല്പം കൂടുതലായതുകൊണ്ട് പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ട് കൊടുക്കാം, അതാ നല്ലത്. ഉപ്പിലും ഉണ്ട് ഒരു ദിവ്യപ്രേമം. എന്റെ മീനാക്ഷി എനിക്ക് വിഷം കലക്കി തന്നാലും അതും ഞാൻ കുടിക്കും.
ഇനി കാർത്തിക് എന്ത് ചെയ്യും? ഞാനൊന്ന് കാണട്ടെ. കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവാ. എന്നിട്ട് ഈ ചായ കൊണ്ട് നിന്റെ കണവന് കൊടുക്ക്. ദാ കാർത്തേട്ടാ ചായ. മീനാക്ഷി, ഈ ചായ മൈഥിലി ഉണ്ടാക്കിയതാണല്ലേ? അതെ, എന്താ കാർത്തേട്ടാ? ഏയ് ഒന്നുമില്ല. എന്തായാലും കൊണ്ടുവന്ന് തന്നത് എന്റെ മീനാക്ഷിയല്ലേ. എന്റെ മീനാക്ഷി തരുന്ന എന്തും എനിക്ക് അമൃത. നിക്ക് നിക്ക് നിക്ക്, ആ ചായ ഇങ്ങ് തന്നെ. എന്തിനാ? ഇങ്ങ് തരാൻ. താ. അവൾ ഇതിനകത്ത് ഉപ്പിട്ട് കലക്കി. ചോദിച്ചിട്ട് തന്നെ കാര്യം. ഏയ് മീനാക്ഷി, വേണ്ട. വേണം. ഏയ് മീനാക്ഷി, മീനാക്ഷി. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമായോടി? എനിക്ക് ജന്മനാ കുറച്ച് അഹങ്കാരമുണ്ട്. അത് ഞങ്ങൾ തറവാട്ടുകാർക്ക് പണ്ടേ ഉള്ളതാ. തറവാടോ? നിനക്കോ? ഏത് തറവാട്? അതൊക്കെ പോട്ടെ. കൾച്ചർ ഉണ്ടാവണമെങ്കിൽ തറവാട്ടി ജനിച്ചിട്ടും കാര്യമില്ല. നീ എന്റെ കാർത്തിയേട്ടൻ ഉണ്ടാക്കി തന്ന ചായയില് ഉപ്പിട്ട് കലക്കിയല്ലേ? ഉപ്പോ? ഞാനോ? ഉപ്പും പഞ്ചസാരയും ഒരുപോലെ വെളുത്താണല്ലോ ഇരിക്കുന്നത്. ചിലപ്പോ മാറിപ്പോയതായിരിക്കും. സാരമില്ല. നിനക്കത് സാരമില്ലായിരിക്കും, പക്ഷെ എനിക്കത് സാരമുണ്ട്. എന്റെ ഭർത്താവിനാ നീ ഉപ്പ് കലക്കിയ ചായ കൊടുത്തത്. നിന്റെ ഒരു ഭർത്താവേ! എന്താണ് നിനക്കത്ര പുച്ഛം? ഉപ്പിട്ട് കലക്കിയ ചായ ഉണ്ടാക്കി തന്നിട്ട് കളിയാക്കി ചിരിക്കുന്നോ? നിനക്ക് പരാതി ഉണ്ടെങ്കിലേ നീ കൊണ്ടുചെന്ന് ക്രിമിനൽ കേസ് കൊടുക്കടി. ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്തിനടി ക്രിമിനൽ കേസ്? നിന്നെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാടി. എടി, എന്താടി കണ്ണും തള്ളി നിൽക്കുന്നേ? തല്ലുന്നില്ലേ? തല്ലടി. നിന്റെ ഒരു തല്ല് കൊണ്ടിട്ട് വേണം എനിക്ക് ചിലത് ചെയ്യാൻ. എന്ത് ചെയ്യാനാ മോളെ? ഇനി ഇതുപോലെ പലത് സഹിക്കേണ്ടി വരും. നമ്മുടെ എല്ലാവരുടെയും കഴുത്ത് അവളുടെ കക്ഷത്തിലായിപ്പോയി. ഇവളെ ഇത്രയും വളരാൻ അനുവദിച്ചത് കാർത്തിയുടെ സഹതാപോ? സഹിച്ചേ പറ്റൂ. പിടിപ്പുകേട് നമ്മുടെ ഭാഗത്തായിപ്പോയി. ഈ പരിതസ്ഥിതിയിൽ അവളോട് എതിർത്താൽ അവള് കുഞ്ഞിനെ കൊണ്ട് ആ വൈശാഖിന്റെ കൂടെ അങ്ങ് പോവും. പിന്നെ നമ്മുടെ കുഞ്ഞിന്റെ ഭാവി എന്താവും? ആ വൃത്തികെട്ടവരുടെ കൂടെ ചെമ്പകമംഗലത്തെ കുഞ്ഞു വളരും. അങ്ങനെ വന്നാ ഇതിനൊക്കെ എന്താ അമ്മ ഒരു പോംവഴി? ഇക്കാര്യം എന്താ വല്യേട്ടൻ എന്നോട് പറയാൻ താമസിച്ച്? ആദ്യം എന്നോടല്ലേ ഇത് പറയേണ്ടിയിരുന്നത്? നീ ക്ഷമിക്കണ്ട മോളെ. ആദ്യം നിന്നോടല്ല സാവിത്രിയോട് പറയാനാ തോന്നിയത്. ഷാർജയിൽ വെച്ച് ഈ ആക്സിഡന്റ് ഉണ്ടായപ്പോ ആദ്യം എന്നെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാനങ്ങ് പറന്നു വരില്ലായിരുന്നു വല്യേട്ട. UAE-യിൽ എനിക്ക് ബന്ധപ്പെട്ട എത്ര ആളുകളുണ്ടെന്ന് വല്യേട്ടൻ അറിയോ? അതെനിക്കറിയാം. പക്ഷെ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ആദ്യം സാവിത്രി വിളിച്ച് പറഞ്ഞെന്നേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. പക്ഷേ
സാവിത്രിക്ക് 10 രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ അവള് രാജലക്ഷ്മി അമ്മയുടെ മുന്നിൽ കൈനീട്ടണം. അവരെന്തെങ്കിലും കൊടുക്കണമെങ്കിൽ 100 പേരുടെ പെർമിഷൻ വേണം. പക്ഷേ ഇന്ദ്രജിക്ക് അതിന്റെ ആവശ്യമില്ല. എന്റെ ഭർത്താവ് ഞാൻ എത്ര രൂപ ചെലവാക്കിയാലും എന്നോടൊന്നും ചോദിക്കില്ല. അല്ല, ഞാൻ അയാളുടെ ചൊൽപ്പടിക്കല്ല നിൽക്കുന്നത്, അയാൾ എന്റെ ചൊൽപ്പടിക്കാ നിൽക്കുന്നേ. നീ ഭാഗ്യവതി ഇന്ദ്രജെ. മാധവ മന്ദിരത്ത് മാധവൻ നമ്പ്യാരുടെ മക്കളെല്ലാം ഭാഗ്യശാലികളും മാനാഭിമാനം ഉള്ളവരുമാ വലിയേട്ട. പിന്നെ വലിയേട്ടൻ ഇങ്ങനെ അച്ചി വീട്ടിലെ സാമ്പാറെ കുടിക്കൂന്ന് വാശി പിടിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത്. ഈ അവസരത്തില് നീ ശവത്തി കുത്തല്ലേ മോളെ. സോറി വലിയേട്ട, ഞാൻ എന്റെ ധാർമ്മിക രോഷം കൊണ്ട് അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ. സോറി. സാരമില്ല, നീ എന്തു പറഞ്ഞാലും എനിക്ക് വിഷമില്ല. അത് കേൾക്കാൻ ഞാൻ അർഹനാണ്. അത് വലിയേട്ട മനസ്സിൽ നിന്ന് വിട്ടേക്ക്. ഇന്ദ്രജെ മോളെ, നീ എങ്ങനെയെങ്കിലും എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇതെന്താ വലിയേട്ടൻ ഈ പറയുന്നേ? ഏട്ടൻ എനിക്ക് ആരാ? ജീവിച്ചിരിക്കുന്ന എന്റെ ഒരേ ഒരു കൂടപ്പിറപ്പാ വലിയേട്ടൻ. അതറിയില്ലേ? വലിയേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. എന്റെ ഏട്ടൻ ഈ കാര്യത്തിന് വേണ്ടി ഭാര്യ വീട്ടുകാരുടെ മുന്നിൽ കൈനീട്ടാൻ നിൽക്കണ്ട. വലിയേട്ടന് ആവശ്യമുള്ള പണം ഞാൻ തരും. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനേ അങ്ങോട്ട് വിളിക്കാം. വലിയേട്ടൻ ഫോൺ വയ്ക്ക്. അയാളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ചെമ്പകമംഗലത്തുകാരെ തകർക്കണമെങ്കിൽ ഇയാളെ കൂടെ എന്റെ പക്ഷത്ത് കിട്ടണം. പിന്നെ 3 കോടി, അതിനും വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊന്നും പോകാനില്ല. എന്താ മാഡം, വളരെ സന്തോഷത്തിലാണല്ലോ. ഇന്ദ്രജിക്ക് സങ്കടത്തിന്റെ നാളുകളില്ല മിസ്റ്റർ ആനന്ദഗോപൻ. സന്തോഷത്തിന്റെ നാളുകളേ ഉള്ളൂ. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്രോഗ്രാം? എല്ലാം മാഡം പറയുന്നത് പോലെ. ഇപ്പോ രാജ്ഞി ഇന്ദ്രജ, ഞാൻ വെറും പ്രജ. രാജ്ഞി പറയുന്നു, ഈ പ്രജ അനുസരിക്കുന്നു. നിങ്ങളൊരു കഴുകനാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കഴുകന്മാരുടെ ആകാശത്തിന് താഴെ വരും ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ. യെസ്, ദാറ്റ് ഈസ് ട്രൂത്ത്. അതിരിക്കട്ടെ, ചെമ്പകമംഗലത്തിനുള്ള അടുത്ത പണി എന്തുവായി? റെഡി. ഇതാണ് ചെമ്പകമംഗലത്തെ കോടികൾ വരെയുള്ള ഉടവാൾ. അത് ഈ ഫോണിലോട്ട് സെൻഡ് ചെയ്യും. ഇന്ദ്രജ് അയച്ചത് ആ ഉടവാളിന്റെ ഫോട്ടോ ആയിരുന്നു. ഇന്ദ്രജി, നീ ആ വാള് കണ്ടോ? കണ്ടു. അതാണ് ചെമ്പകമംഗലത്തിരിക്കുന്ന ഒറിജിനൽ ഉടവാൾ. ഇന്ദ്രജി കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി. കണ്ണ് തള്ളുവാണെങ്കിലേ നീ എത്രയും പെട്ടെന്ന് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണും. നിനക്കേ മാരകമായിട്ടുള്ള കണ്ണ് രോഗം കാണും. തമാശ കളയച്ചി. അതെ, നീ എത്രയും പെട്ടെന്ന് ആ വാളിന്റെ മാതൃകയിൽ മുക്കു പൂശിയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉടവാൾ ഉണ്ടാക്കണം. അതായിരിക്കണം ഇനി ചെമ്പകമംഗലത്തെ അറയിൽ ഇരിക്കേണ്ടത്. അത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുമല്ലോ. എടുക്കണമെങ്കിലും വെക്കണമെങ്കിലും ഒക്കെ ചെമ്പകമംഗലത്തെ അറയുടെ താക്കോല് വേണ്ടേ? അതെങ്ങനെ കണ്ടെത്തും? അത് കണ്ടെത്താനാണല്ലോ നിന്റെ ഭാര്യയെ നമ്മൾ അവിടെ പോസ് ചെയ്തിരിക്കുന്നത്. ചെമ്പകമംഗലത്തെ സ്വൈര്യം കെടുത്തുകയും വേണം, ആ വാൾ അവിടെ നിന്ന് എടുക്കുകയും ചെയ്യണം. അതാണ് നിന്റെയും മൈഥിലിയുടെയും ജോലി.
അത് ചെയ്യുന്നതിനാണ് കോടിക്കണക്കിന് രൂപയുടെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്താ മിണ്ടാതെ നിൽക്കുന്നേ? അവളോട് പോയി എത്രയും പെട്ടെന്ന് ആ നിലവറയുടെ താക്കോല് കണ്ടെത്താൻ പറ. ഇനി താമസിക്കരുത്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്കുള്ള ഷെയർ കൃത്യമായിട്ട് എനിക്ക് തന്നേക്കണം. അതിനെന്താ സംശയം? കൂട്ടത്തിൽ നിൽക്കുന്നവരെ ചതിക്കുന്നവളല്ല മാധവ മന്ദിരത്തെ ഇന്ദ്രജ. ചതിക്കുന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഇതേ കോടികളുടെ കളിയാ. ചെമ്പകമംഗലത്തെ ഉടവാളിന്റെ കൃത്യമായ ഡിസൈൻ റിസീവറായി എൻ്റെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ധൈര്യമായിരിക്കൂ മിസ്റ്റർ അനന്തഗോപൻ. നിങ്ങൾക്കുള്ള വീതം ഞാൻ തന്നിരിക്കും, അത് ഉറപ്പാ. ഓക്കെ മാഡം, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഇവൻ മഹാവിളച്ചിൽ പഠിച്ച സൂത്രശാലിയായ ഒരു കുറുക്കന് കടുവയായ എൻ്റെ അടുത്താ അവന്റെ കളി. ആരെയും മര്യാദയോട് കളിക്കുന്നത് ചോദിച്ചിട്ട് എന്നെ കാര്യം. ഇവരെ എനിക്ക് പരിചയമുണ്ടല്ലോ, ചെമ്പകമംഗലത്തെ സാവിത്രി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നെ മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. മാഡം എന്തിനാ എന്നെ തടഞ്ഞു നിർത്തിയത്? കാര്യമുണ്ട്. എനിക്ക് ചെമ്പകമംഗലത്തെ ഉടവാളിന്റെ ഡിസൈൻ ഒന്ന് വേണം. ഡിസൈനോ? ഫോൺ എടുക്കാത്തെന്താ? ഒരാവശ്യത്തിന് വിളിച്ച ഫോൺ എടുക്കുകയില്ല. നാശം. ഈ മൈഥിലി ഫോൺ വെച്ചിട്ട് എവിടെ നടക്കുവോ? കഷ്ടമായല്ലോ. തോൽപ്പിക്കാൻ ശ്രമിച്ച അങ്ങനെ തോറ്റു കൊടുക്കുന്നവളല്ല ഈ സാവിത്രി. അതിന്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്നതാ. എന്നിട്ടാ എന്റെ അടുത്തേ കളി. മോളെ, നീ എന്താ വിഷമിച്ച് നിൽക്കുവാണോ? ഓ, ഞാനിവിടെ വിഷമിച്ചാലെന്താ ചത്താലെന്താ? ആർക്കെന്ത് ചെയ്തം? ഇത്ര നാളും പൊന്നുപോലെ നോക്കി വളർത്തി അവളുടെ പെറ്റമ്മയോടായി തർക്കുത്തരം. കേക്ക്, നീയും കേക്ക്. ഓ, നീ അവളുടെ മരുമകളാണല്ലോ, ഞാനതോർത്തില്ല. എന്തും പറഞ്ഞോട്ടെ, ജീവിച്ചിരിക്കുമ്പോഴല്ലേ പെറ്റ തള്ളയുടെ മെക്കെട്ട് കയറാൻ പറ്റൂ. നടക്കട്ടെ. ഞാൻ ഒരു മെക്കെട്ട് കയറ്റത്തിന് വന്നില്ല, ഉള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രം. അത് നിക്കട്ടെ. എന്താ രാമഭദ്രന് ഇത്ര പണത്തിന്റെ ആവശ്യം? അതൊരു അത്യാവശ്യമായിരുന്നു. ആ സമയത്ത് ചോദിച്ചില്ലല്ലോ. ഇപ്പൊ കാശിന് ആവശ്യം എന്താണെന്ന് ഞാനും കൂടി ഒന്ന് അറിയട്ടെ. രാമേട്ടൻ ഒരു ബിസിനസ്സുകാരനല്ലേ. ബിസിനസ് ആകുമ്പോ ഉയർച്ചയും താഴ്ചയൊക്കെ ഒരുപോലെ ഉണ്ടാവും. പെട്ടെന്ന് ബിസിനസ്സിലൊരു തകർച്ച പറ്റി. നമ്മുടെ രാജ്യമല്ല UAE ഉഡായിപ്പ് കാണിക്കാൻ.
വേഷം കെട്ട് കാണിച്ചാലേ അവര് പിടിച്ച് ജയിലിലിടും. എന്തായാലും സ്വന്തക്കാരെ കൈമലർത്തിയപ്പോ അന്യർ സഹായിച്ചു. ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഞാൻ ആ കാര്യം പരിഹരിച്ചു. ഓഹോ, പരിഹരിച്ചോ? പിന്നെ പരിഹരിക്കാതിരിക്കാൻ പറ്റുമോ? രാമേട്ടൻ എന്റെ ഭർത്താവല്ലേ. അച്ഛനൊരു ആപത്തിൽപ്പെട്ട അമ്മ സഹായിക്കില്ലേ? കാർത്തി ഒരു കുഴപ്പത്തിൽപ്പെട്ട ഇവള് സഹായിക്കില്ലേ? ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമായി. നീ സ്നേഹസമ്പന്നയായ ഒരു ഭാര്യ തന്നെ. കളിയാക്കൊന്നും വേണ്ട. കളിയാക്കൽ ഇത്തിരി കൂടുതലാണല്ലോ അമ്മയ്ക്കും അച്ഛനും. ഞാൻ തീ പിടിച്ച മനസ്സുമായിട്ട് ഒരു കാര്യം പറയാൻ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വന്നപ്പോ എന്റെ മനോനില മനസ്സിലാക്കാതെ എല്ലാവരുടെ മുമ്പിൽ വെച്ചൊരു കളിയാക്കല്. സന്ദർഭവും സാഹചര്യവും നോക്കി വേണം ഇത്തരം കാര്യങ്ങൾ ചോദിക്കേണ്ടത്. അക്കാര്യം നീ മറന്നുപോയി. മറന്നത് നിങ്ങളൊക്കെയാ, ഈ എന്നെ. പല അനുഭവങ്ങൾ കിട്ടിയിട്ടും ഞാനൊന്നും പഠിച്ചില്ല. എന്നെ വേണം പറയാൻ.